ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ കാർത്തികപുരത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കോഴിത്താവളം അമ്പലത്തിനടുത്ത് ഒരു 50 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു കിടിലൻ ഒരു വീടും അതുപോലെ പറമ്പിൻ്റെ അതിർവഴി കാർത്തികപുരം പുഴയും ഒഴുകുന്ന നല്ലൊരു കിടിലൻ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാക്കണ ആ കാണതാണ് നമ്മളെ വീട് കേട്ടോ. ഈ വഴി ഇതാക്കണ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ ഇത് അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ആൾതാമസമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞാൽ ഇതാക്കണ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ റോഡ് വരുന്ന നമ്മളെ കാർത്തികപുരത്ത് നിന്ന് വരുന്ന റോഡാട്ടോ. കാർത്തികപുരത്ത് നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമുള്ള ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. കാർത്തികപുരം ലഡാക്ക് നേരെ മുക്കട പോണ റോഡാണ്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം. ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പുതിയ പുതിയ വീടുകളുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള പ്രദേശം കേട്ടോ. പിന്നെ ഇതാ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇതാ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. റോട്ടുമെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നേരെ പ്ലോട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ഥലത്തോട്ട് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ഉദയഗിരിയാണ്. അതുപോലെ വില്ലേജ് വരുന്നത് ഉദയഗിരിയാണ്. പിന്നെ നമുക്ക് താലൂക്ക് വരുന്നത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പിന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ ഇതാക്കുന്ന വഴിയൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിലോട്ട് വീടിൻ്റെ മുറ്റം വരെ ചെല്ലണ ഏത് വണ്ടി വേണമെങ്കിലും ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വരുന്ന വഴിക്കുന്ന നല്ല കായ്ക്കുന്ന കവുങ്ങ് ഏകദേശം ഒരു 10-30ഓളം കവുങ്ങുണ്ട് കേട്ടോ. നല്ല കായ്ക്കണ കവുങ്ങ്. അതേപോലെ നോക്കണ ഈ ഒരു സൈഡിൽ നമുക്ക് അതിരുവഴിയെല്ലാം പ്ലാവെല്ലാം ഉണ്ട്. നല്ല കായ്ക്കണ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽ പോയിട്ട് നോക്കാം. നമുക്ക് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയാണ് വരുന്നത്. അവിടെ നോക്കി ഇനി അങ്ങോട്ട് പോവാട്ടോ നമുക്ക്. അപ്പം നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരി. ഇതാക്കണ ഈ കാണുന്നത് തന്നെയാണ് വീട് കേട്ടോ. ഇതാക്കണ വണ്ടിയൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് കാറോ ജീപ്പൊക്കെ വരാൻ സൗകര്യത്തിനുള്ള വഴിയും സൗകര്യമൊക്കെ ഉള്ള വീടിൻ്റെ മുറ്റം വരെ വണ്ടി വരും കേട്ടോ. വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന നേരെ മുറ്റത്തേക്ക് കൊണ്ടുപോകുന്ന നിർത്താൻ നമുക്ക് നോക്കുകയാണെങ്കിൽ വീട് കണ്ടില്ല നിങ്ങൾ. വീട് നല്ലൊരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഒതുങ്ങിയ പാകത്തെ വീട്. 4 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടിനാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോയിട്ട് അകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് കേട്ടോ. അങ്ങോട്ട് വരും ഞങ്ങൾ. 1000 സ്ക്വയർ ഫീറ്റ് പണിത വീടല്ലേ? അതെ, മൊത്തം 1000 സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള വീടാണ്. 4 ബെഡ്റൂമിൽ ഉള്ള വീടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടൊക്കെ ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. നല്ല സൗകര്യമുള്ള വലിയ സിറ്റ് ഔട്ടാണ് കേട്ടോ. നല്ല നീളൻ വരാന്ത പോലെയുള്ള വലിയ സിറ്റ് ഔട്ടാണ്. നിലമൊക്കെ കണ്ടില്ല, ഫുള്ള് വൈറ്റ് കളറിൽ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും ചായ കുടിച്ചിരിക്കാനൊക്കെ പാകത്തിനുള്ള നല്ലൊരു പാതകവും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു തട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള നല്ലൊരു വീട്. ഇനി നമുക്ക് റൂമുകളൊക്കെ കാണാം. നമുക്ക് ഈ ഒരു വീടിന് ഇതാക്കണം. ഇവിടെയാണ് ഒരു റൂം വരുന്നത്. ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാനുള്ള റൂം ഇതാ ഈ ഒരു ഭാഗത്താണുള്ളത്. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് നോക്കിയാണെങ്കിൽ നല്ല സൗകര്യമുണ്ട്. റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ. അതെ, ഷെൽഫ് ഉണ്ട്, റാക്ക് ഉണ്ട്. അതുപോലെ നിലമൊക്കെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല സൗകര്യമുള്ള റൂം. നമുക്ക് റാക്ക് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള റാക്കും ഷെൽഫും ഒക്കെ ഉണ്ട്. ഇനി വരി നമുക്ക് അകത്തേക്ക് പോയേക്കാം. ഹാളിക്കൊക്കെ ഒന്ന് പോയേക്കാം. ഇങ്ങോട്ട് വരും നിങ്ങൾ. അത് വന്ന് നോക്കിയാണ് നല്ലൊരു വീട്. നോക്ക് ഫ്രണ്ട് ഡോറൊക്കെ നോക്ക് ഫുള്ള് മരത്തിൻ്റെ ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. ഹാളൊക്കെ ഉണ്ട്, വന്ന് നോക്കി. ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാളാണ്. വലിയ ഹാൾ തന്നെയാണ്. നമ്മളിതാ മൊത്തത്തിൽ എല്ലായിടത്തും വൈറ്റ് കളറിലുള്ള ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഹാളിൽ തന്നെ അവിടെ ഒരു പൂജ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഒരു ഷെൽഫായിട്ട് പൂജാ സാധനങ്ങളൊക്കെ വെക്കാനുള്ള അമ്പലമൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്ന അത്ര ഇതിലാണ് അമ്പലം. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, കോഴിത്താവളം അമ്പലം നമുക്ക് നടന്നെത്താൻ ദൂരത്തിൽ, അവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തൊട്ടടുത്താണ് അമ്പലമൊക്കെ വരുന്നത്. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് അടുത്ത രണ്ടാമത്തെ റൂം ഇതാക്കണം. ഇവിടെയാണ്. ഇങ്ങോട്ട് വന്ന് നോക്കിയാണെങ്കിൽ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം തന്നെ. എല്ലാ റൂമും നല്ല സൗകര്യമുള്ള റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ലീക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല, എവിടെ ഒരു ലീക്കോ സംഭവങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വീട് തന്നെയാണ്. പിന്നെ ഇതാക്കുന്ന അടുത്ത മൂന്നാമത്തെ റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ ഒരു റൂം ഇതിപ്പോൾ തുറക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ 2 കട്ടിലുള്ളതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തുറക്കാൻ കഴിയില്ല. 3 റൂമും ഒരേപോലെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. പിന്നെ അടുത്ത ഇതാക്കണ 4ാമത്തെ റൂം ഈ ഒരു ഭാഗത്താണുള്ളത്. ഈ റൂമും വലിയ റൂം തന്നെയാണ് കേട്ടോ. നേരത്തെ കണ്ട എല്ലാ റൂമും ഒരേപോലെ സെയിം ആണ്. ഒരേപോലെ വിസ്താരമുള്ള നല്ല സൗകര്യമുള്ള ഷെൽഫും റാക്കും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരിക നമുക്ക് എല്ലാവർക്കും കാണേണ്ട അടുത്ത് അടുക്കളയാണ് കേട്ടോ. നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അടുക്കള ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല സൗകര്യമുള്ള അടുക്കളയാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുണ്ടെങ്കിൽ നിന്ന് തിരിയാനും ഓരോ പണികളൊക്കെ എടുക്കാനൊക്കെ സൗകര്യത്തിന് ഇത് നോക്കിയാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കാനുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാക്കെല്ലാം ഉണ്ട്.
അതേപോലെ ഇതാക്കുന്ന പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അടുക്കളയിൽ തന്നെ. നിങ്ങൾ നോക്കി എല്ലാവിധ സൗകര്യമുണ്ട്, പാത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട്. വിറകടുപ്പ് ഇതാക്കുന്ന ആലുവാടുപ്പാണ്, പുറത്തൊന്നും പോകണ്ട, തീ കത്തിക്കാൻ. അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് വിറകെല്ലാം അടുക്കി വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വർക്ക് ഏരിയ, ഇവിടെ നമുക്ക് നല്ല സൗകര്യമുണ്ട്. വർക്ക് ഏരിയയിലാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സൗകര്യമുണ്ട്, പാത്രങ്ങളെല്ലാം കഴുകാനും എടുത്തു വെക്കാനും എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള. നിലമൊക്കെ നോക്കി വേറെ ഡിസൈനിലുള്ള ടൈലാണ് അടുക്കളയിൽ ഇവിടെ വർക്ക് ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ റൂമുണ്ടായിരുന്നു നമ്മളെ 3ാമത്തെ റൂം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇവിടുന്ന് വർക്ക് ഏരിയന്നും ഇങ്ങോട്ടും കയറാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇതാക്കണ്, ഈ ഡോറ് തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു 3ാമത്തെ റൂം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാക്കണ് ഈ റൂം നമ്മൾ അപ്പുറത്ത് കൂടെ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതാക്കണ നമുക്ക് ഈ വീടിന് മൊത്തം 2 ബാത്റൂമാണ് വരുന്നത്, കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഒരു ബാത്റൂം ഇവിടെ വർക്ക് ഏരിയയിലാണ് വരുന്നത് കേട്ടോ. ഇവിടെയാണുള്ളത് ബാത്റൂമൊക്കെ, നല്ല സൗകര്യമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തൊരു ബാത്റൂം വരുന്നത് പുറത്താണുള്ളത്. നമ്മളിതാ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്നത് കിണറാണ് കേട്ടോ. കിണറ്റിലൊക്കെ നല്ല വെള്ളമുള്ള, നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അതൊക്കെ നമുക്ക് പുറത്തു കൂടെ അതിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇപ്പോൾ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ്, നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ ഒതുങ്ങിയ പാകത്തെ നല്ലൊരു വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പുറത്ത് എന്തൊക്കെയാ സംഭവങ്ങളിലൊക്കെ ഒന്ന് പോയോക്കണ്ടേ. പിന്നെ കണ്ടമാനം ആൾക്കാർ വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് ഇഷ്ടം പോലെ കിലോമീറ്റർ കണക്കിന് ദൂരത്തൊക്കെ പോയിട്ട് വെള്ളം ഏറ്റി കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഭക്ഷണത്തിനാണെങ്കിലും വീട്ടിലാവശ്യത്തിനൊക്കെ വെള്ളം എന്താ പറയാ വെള്ളം കൊണ്ടുവരണൊക്കെ. അപ്പൊ ഈ ഒരു വീട്ടിലുള്ള വെള്ളത്തിന്റെ സൗകര്യം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അങ്ങോട്ടൊന്ന് വന്നു നോക്കിയാൽ നിങ്ങൾ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വറ്റാത്ത വെള്ളം, ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണതാക്കണം വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങോട്ടൊന്ന് വന്നു നോക്കിയാണ് ഇതാക്കണം. നമ്മൾ വീടിന്റെ മിറ്റത്ത് തന്നെ നമ്മൾ അടുക്കളേനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഇതാക്കണം. ഇങ്ങനെ കൈകൊണ്ട് ഒരു കപ്പ് എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് കോരാൻ സൗകര്യം. നിങ്ങൾ നോക്കിയാണെങ്കിൽ കണ്ടോ വെള്ളമാണ് ഈ കണ്ട്, ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ നിറഞ്ഞ് കിടക്കും. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ വെള്ളം നല്ല പളുങ്ക് മാരത്തെ കണ്ണാടി മാരത്തെ വെള്ളം കേട്ടോ. അതെ, ഒരു കപ്പ് എടുത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങോട്ട് കോരി എടുക്കാനുള്ള അത്രയും ദൂരത്തിലാണ് നമുക്ക് ഈ വെള്ളം ഈ കാണുന്നത്. ഇതേമാർക്ക് എവിടെയെങ്കിലും കണ്ടീനങ്ങൾ ഇതേമാർക്ക് വെള്ളം, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ്. പിന്നെ ഇതാക്കണം നമ്മള് വീടിന്റെ പുറകുവശത്താണുള്ളത്. ആയിക്കോട്ടെ, നമ്മളിപ്പോ വീടിന്റെ പുറകുവശത്താണുള്ളത്. അപ്പൊ ഇതാക്കണ പുറകിൽ നമുക്ക് ഇവിടെ ഒരു ഷെഡ് ഉണ്ട്, വിറകൽ അടുക്കി പെറുക്കി വെക്കാനുള്ള ഒരു വിറക് വരയൊക്കെയാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ളത്. പശുവിനൊക്കെ വളർത്താനുള്ള പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വിറക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അങ്ങനെയും ചെയ്യാം അല്ലെ. അതെ, അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കി ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ചേമ്പ്, ചേന, കപ്പ, അതുപോലെ വാഴ. അപ്പൊ നിലവിൽ ഇവര് കുറെ വാഴയും സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചേമ്പ്, വാഴ പോലത്തെ ഒക്കെ എല്ലാ സംഭവങ്ങളും നട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല മണ്ണുള്ള സ്ഥലമാണ്. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കൃഷി ചെയ്താൽ ഉണ്ടാകുകയും ചെയ്യും. നോക്കിയാൽ വാഴയൊക്കെ കുലച്ചിരിക്കണോ, നല്ല വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട കൃഷികളൊക്കെ ഇപ്പോൾ അവർ നിലവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണേണ്ടത് റബ്ബറാണ്. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്ന റബ്ബറാണ്. ഏകദേശം ഒരു 10-50ഓളം റബ്ബറുകൾ ഉണ്ട്. നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള. നമുക്ക് റബ്ബറിഞ്ഞ് പോയിട്ട് നോക്കട്ടോ. അങ്ങോട്ട് വരിങ്ങള്. അപ്പൊ നമ്മള് സ്ഥലത്തിന്റെ നമ്മള് വീടും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കുറെ അങ്ങോട്ട് പുറകിലാണ് ഇപ്പൊ നിക്കണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മളെ പറമ്പിനോട് ചാരി ഒരു പുഴ ഒഴുകുന്നതാക്കുന്ന അവിടെയാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങോട്ട് വരി. റബ്ബർ ആ കാണുന്നതാണ് അമ്പലം, കോഴിത്താവള അമ്പലം. പിന്നെ നമുക്ക് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് നമ്മളെ റബ്ബർ ഉണ്ട് എന്ന് പറഞ്ഞ റബ്ബർ ഏകദേശം ഒരു 50-50ഓളം റബ്ബറുകളാണുള്ളത്. 414 ഇനത്തിൽപ്പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇവിടെ നോക്കുക നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറാണ് കേട്ടോ. ടാപ്പിംഗ് ആക്കിയിട്ട് 6ാം വർഷം മാത്രമേ ആയിട്ടുള്ളൂ. നല്ല വണ്ണങ്ങളൊക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല റബ്ബറുകളാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ കുറെ പ്ലാവുകൾ ഉണ്ട് കേട്ടോ. പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ തെങ്ങുണ്ട്. തെങ്ങ് ഏകദേശം ഒരു 5ഓളം തെങ്ങുണ്ട്. നല്ല കായ്ക്കണ തെങ്ങ് തന്നെ നല്ലൊരു 5ഓളം തെങ്ങുണ്ട്. ഇനി ഇങ്ങോട്ട് വരി, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ പുഴയൊക്കെ ഒന്ന് കാണല്ലേ, പോയി കാണിച്ചു കൊടുക്കാൻ. നമുക്ക് സ്ഥലത്തിന്റെ സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം ആൾക്കാരെ വിളിക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണിത്. എന്തെങ്കിലും റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അല്ലേ. അതെ. പിന്നെ നമുക്ക് ഇവിടുന്ന് വില്ലേജ് ഓഫീസിക്കൊക്കെ എത്ര ദൂരം പോകണ്ട്? വില്ലേജ് ഓഫീസിക്ക് അതുപോലെ പഞ്ചായത്തിലോട്ടൊക്കെ വെറും 2.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമുക്ക് ഇനിയിപ്പോ അതുപോലെ അക്ഷയ കേന്ദ്രം ഉണ്ട്, അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും. ഹയർ സെക്കൻഡറി സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് 2 കിലോമീറ്റർ 2 എണ്ണം ഉണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്ന് മണക്കടവിലുണ്ട്, ഒന്ന്
കാർത്തികപുരത്തും ഉണ്ട്. 2.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിള്ളേരൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ എന്ത് സുഖാണല്ലേ. അതെ, എല്ലാ സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ വീടിന്റെ പടിക്ക കൂടെ തന്നെയാണ് പോണത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ 2.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു കോഴി ഫാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫാമിനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ചെറിയ രീതിയിലല്ലേ അങ്ങനൊക്കെ ഒരു ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലവും കൂടിയാണ്. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ആക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പുഴേന്റെ സൈഡിൽ ഇങ്ങോട്ട് ആക്കി ഏതാ മുതലെന്ന് അറിയാൻ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കാർത്തികപുരം പുഴയാണ് ആ ഒഴുകണം. ഇങ്ങോട്ട് വന്നു നോക്കിയാണ് നിങ്ങള്. എളുപ്പം വരും. വാ ചേട്ടാ എങ്ങോട്ട് നോക്ക്. എന്താ രസം എന്നറിയോ? ഇതേമാർക്ക് കണ്ടീന് നിങ്ങൾ എവിടെയും. ഇപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിരിതാക്കുന്ന ബാക്ക് സൈഡ് അതിരിതാ ഏകദേശം ഈ ഇത്രയും ഭാഗം വരെ ഉണ്ട്. അപ്പൊ ഈ അതിരിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ പുഴയും വരുന്നത്. അങ്ങോട്ട് വന്നു നോക്കിയാണ് നിങ്ങള്. എന്താ സ്റ്റൈൽ എന്നറിയോ? ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങണം. തെന്നു ഇവിടെ കരേ അടോക്ക് ഏതാ മുതലറിയോ? അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി. പിന്നെ ഇവിടുന്ന് അത് മണക്കടവ് റോഡാണ് കേട്ടോ. മണക്കടവിന് പോണ റോഡാണ്. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ കുറെ വെള്ളം പറ്റും. നമുക്ക് ഇതിൽ നടന്നു പോകാനുള്ള നടന്ന് അക്കരയിലോട്ട് എത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി എവിടെയൊക്കെയാന്ന് അറിയാം എനിക്ക്. ക്രിസ്ത്യൻ പള്ളി എവിടെയൊക്കെയാണ്? ഒന്ന് ഉദയഗിരി, ഒന്ന് മണക്കടവ്, ഒന്ന് കാർത്തികപുരത്ത്. അങ്ങനെ 3 ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ഏകദേശം 2.5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ 3 പള്ളികളും വരുന്നത്. ഇനിയിപ്പോ മുസ്ലിം പള്ളിയാണെങ്കിൽ 1 കിലോമീറ്റർ നടന്നു പോയാൽ മതിട്ടോ. കുട്ടികൾക്ക് മദ്രസക്കൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. നല്ല സുഖം നടന്നെത്താൻ ദൂരത്തിലാണ് മദ്രസൊക്കെ ഉള്ളത്. പിന്നെ ഹോസ്പിറ്റൽ വരുന്ന നമുക്ക് കരുവഞ്ചാലിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കരുവഞ്ചാലിന് ഒരു 15 കിലോമീറ്ററും പിന്നെ ആലക്കോടിൽ ഹോസ്പിറ്റൽ ഉണ്ട്. ആലക്കോടിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ആകെ വരുന്ന ദൂരം എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നത്. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരത്ത് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ലഡാക്ക് കോഴിത്താവളം അമ്പലത്തിന്റെ അടുത്താട്ടെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള കണ്ണൂരിൽ നിന്ന് വരാൻ ഏകദേശം ഒരു 57 കിലോമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 62 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പടപെടാന്ന് പറഞ്ഞ് വിളിച്ചോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ ഈ ഒരു ഏരിയയിലോ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടായിട്ട് വീണ്ടും കാണാം. ബൈ.